Hello everyone. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം എക്സ്പെൻസുകളും ഇൻകവും കൂടി ക്വസ്റ്റ്യനിൽ തരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എക്സ്പെൻസ് ആൻഡ് ഇൻകത്തിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു പ്രൊഫോമ പഠിക്കുന്നതായിരിക്കും, അതിനുശേഷം ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യുകയും അതിനുശേഷം ഫൈനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യുന്നത് വരെയുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരമുള്ള കംപ്ലീറ്റ് സ്റ്റെപ്പുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യാനായിരിക്കും. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി വർക്ക്ഔട്ട് ചെയ്യാനായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യാൻ പറയുന്ന സമയത്ത് എക്സ്പെൻസുകളും ഇൻകം കൂടി പ്രോബ്ലത്തിൽ തരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ക്യാൻ വി ടേക്ക് ദാറ്റ് ബോത്ത് ഇൻ ടു ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്? സോ നമ്മൾ പ്രൊഫോമ ഇവിടെ തന്നിട്ടുണ്ട്. പ്രൊഫോമയിൽ നമ്മൾ ആദ്യത്തെ ഗ്രോസ് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുന്നത് വരെയുള്ള പാർട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗ്രോസ് പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ, ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത് വരെ കണ്ടെത്തിയതിന് ശേഷം എക്സ്പെൻസുകളും ഇൻകം നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. സാധാരണ നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസിൽ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളൂ. എക്സ്പെൻസുകൾ ഉള്ളത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യുന്നു, ഇൻകം നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ എക്സ്പെൻസുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വരുന്നത്? ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്, ബാഡ് ഡെറ്റ്സ് വരുന്നുണ്ട്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ നമ്മൾ കൊടുക്കാനുള്ളതാണ് പക്ഷെ കൊടുത്തിട്ടില്ല. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളിലൊക്കെ മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്നുള്ള രീതിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തതിന് മുകളിൽ നമ്മൾ പ്രൊപ്പറേറ്റേഴ്സ് ഇൻട്രസ്റ്റ് ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അതും ഒരു എക്സ്പെൻസ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അടുത്ത കൊല്ലമൊക്കെ റിസീവ് ചെയ്യേണ്ടിയിരുന്ന ഇൻകം ആണ് പക്ഷെ ഇപ്പം തന്നെ കിട്ടി, ഈ കൊല്ലം തന്നെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സ്പെൻസ് എന്നുള്ള രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ, ഓക്കെ, അതൊക്കെ നമ്മൾ എക്സ്പെൻസ് എന്നുള്ള രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നർ കോളത്തിൽ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ഔട്ടർ കോളത്തിലേക്ക് ടോട്ടൽ എടുത്തിട്ട് എക്സ്പെൻസുകളുടെ ടോട്ടൽ എടുത്തിട്ട് എഴുതാണ് ചെയ്യുക. ആൻഡ് നമുക്ക് കിട്ടിയിട്ട് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഈ പറഞ്ഞ എക്സ്പെൻസുകൾ ലെസ് ചെയ്യും. അതിനുശേഷം ഇൻകം നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും ഈ കിട്ടിയിട്ടുള്ള എമൗണ്ടിലേക്ക്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, ഓക്കെ, ഇൻകം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കിട്ടാനായിട്ട് ഉണ്ട്, കട ഉടമയ്ക്ക് എന്തെങ്കിലും ഇൻകം കിട്ടാനുള്ളതാണ് ഈ കൊല്ലം പക്ഷെ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല, അതിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, സോ റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, അതൊക്കെ എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. റെന്റ് കിട്ടാനുള്ളതാണ് പക്ഷെ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല, അതൊക്കെ ഇൻകം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്രീസിയേഷൻ ഓഫ് അസറ്റുകളുടെ മൂല്യത്തിൽ എന്തെങ്കിലും കൂടുതൽ ഉണ്ടാവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ്റെ ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ അപ്രീസിയേഷൻ ഓഫ് അസറ്റ്സ് അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ പുറത്ത് എന്തെങ്കിലും നമ്മൾ കട ഉടമ ഈ പറഞ്ഞ രീതിയിൽ ഇൻട്രസ്റ്റുകൾ എന്തെങ്കിലുമാണ് അല്ലെങ്കിൽ കട എന്നുള്ള രീതിയിൽ അവരെന്തെങ്കിലും ഡ്രോയിങ്സിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇൻകം എന്നുള്ള രീതിയിലായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്പെൻസ് ലെസ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ടിൻ്റെ ഒപ്പം ഇത് ആഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ ഇറ്റ്സ് നെറ്റ് പ്രോഫിറ്റ്, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ലോസ് എന്നുള്ള രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. നമുക്കിനി ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. X keeps his books under single entry system. He provides you the following details. Calculate the net profit for the year ending on 31st March 2020. Capital on 1/4/2019 തന്നിട്ടുണ്ട് ആൻഡ് ദാറ്റ്സ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓൺ 1/4/2019 എന്നുള്ള രീതിയിൽ തന്നിട്ടുള്ളത് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്, 1 lakh rupees ആണ്. ക്യാപിറ്റൽ ഓൺ 31/3/2020 ദാറ്റ്സ് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 1,50,000. സോ ഓപ്പണിങ്ങും ക്ലോസിംഗും ഒക്കെ തന്നിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് നേരിട്ടിട്ട് കിടക്കാവുന്നതാണ്. ഡ്രോയിങ്സ് ഡ്യൂറിംഗ് ദ ഇയർ തന്നിട്ടുണ്ട് 12,000 rupees. റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് 5,000 rupees ആണ്. റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകത്തിൻ്റെ എക്സാമ്പിൾ ആണ്.
ഓക്കെ, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകത്തിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. കിട്ടാനുള്ളതാണ്, കിട്ടേണ്ട സമയമായി പക്ഷെ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല, 5000 rupees. So it's a kind of income. Additional capital during the year 20,000 rupees ആണ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൽ വരുന്ന ഒരു ഐറ്റം ആണ്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സ്പെൻസ്, 8,000 rupees. പ്രീപെയ്ഡ് ഇൻഷുറൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി കൊടുത്തിട്ടുള്ള എക്സ്പെൻസിനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻകം കാറ്റഗറിയിൽ വരുന്ന കാര്യമാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. സോ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ ആഡ് ചെയ്യുന്ന ഐറ്റമാണ്, ഇൻകത്തിൻ്റെ ഒപ്പം വരുന്നതാണ് 4,000 rupees. സോ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. സോ ഓൾറെഡി ഐറ്റംസ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇന്നർ കോളത്തിൽ എഴുതേണ്ട എമൗണ്ടുകൾ ഇന്നർ കോളത്തിലേക്കും ഔട്ടർ കോളത്തിലേക്ക് എഴുതാൻ പറ്റുന്ന എമൗണ്ടുകൾ ഔട്ടർ കോളത്തിലേക്കും ആയിട്ട് എഴുതിയതിന് ശേഷം നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്താവുന്നതാണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആൻഡ് ദാറ്റ്സ് 1,50,000 rupees. 1,50,000 rupees ആണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ദെൻ അതിൻ്റെ ഒപ്പം നമുക്ക് ഡ്രോയിങ്സ് ആണ് നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത്. സോ 12,000 rupees ആണ് ഡ്രോയിങ്സ് വരുന്നത്. സോ 1,50,000 ഒപ്പം 12,000 ആഡ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 1,62,000. 1,62,000 കിട്ടുന്നതായിരിക്കും. ദെൻ അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ ലെസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അഡീഷണൽ ക്യാപിറ്റൽ ഡ്യൂറിങ് ദി ഇയർ 20,000 rupees ആണ്. 20,000 rupees നമ്മൾ ലെസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, 1,62,000 ഒപ്പം അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ 20,000 rupees എന്ന് പറയുമ്പോൾ 1,42,000 അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ 1,42,000 rupees കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ലെസ് ചെയ്യേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യണം. 1,00,000 rupees ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ 1,42,000 നിന്ന് 1,00,000 ലെസ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് 42,000 rupees ആൻഡ് ദിസ് ഇസ് ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, ഈ കിട്ടുന്നതിനാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്തൊക്കെയാണ്? എക്സ്പെൻസുകളും ഇൻകം ആണ് ട്രീറ്റ് ചെയ്യേണ്ടത്. എക്സ്പെൻസുകൾ നമ്മൾ ആദ്യം ലെസ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് ആകെ കൂടിയിട്ട് എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ തന്നിട്ടുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണ്. സോ ലെസ് എക്സ്പെൻസസ് എന്നുള്ള രീതിയിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എഴുതും. ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആൻഡ് ദാറ്റ്സ് 8,000 rupees. ആകെ കൂടിയിട്ട് ഒരെണ്ണം മാത്രമാണ് എക്സ്പെൻസ് ഉള്ളൂ. സോ നമുക്കത് ഔട്ടർ കോളത്തിലേക്ക് എഴുതാവുന്നതാണ്. 8,000 rupees നമ്മളതിനെ ലെസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് വി വിൽ ഗെറ്റ് 42,000 നിന്ന് 8,000 ലെസ് ചെയ്യുമ്പോൾ 34,000 കിട്ടുന്നതായിരിക്കും. ആൻഡ് നമ്മൾ ഇനി നെക്സ്റ്റ് ഇൻകം ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഇൻകം എന്നുള്ള രീതിയിൽ നമുക്ക് പ്രീപെയ്ഡ് ഇൻഷുറൻസ് വരുന്നുണ്ട്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് and amount is 4,000 rupees. And ഒപ്പം തന്നെ rent due but not received. Rent due but not received. And that's 5,000 rupees. So total വരുന്നത് 9,000 rupees ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. ആഡ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ദാറ്റ്സ് 43,000 rupees. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ നെറ്റ് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രോസ് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ ഒപ്പം ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു. ആൻഡ് അതിനുശേഷം അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും ആ ഒരു കൊല്ലം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുന്നു. ലെസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതിനാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം അഡ്ജസ്റ്റഡ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതിനാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എക്സ്പെൻസുകൾ ലെസ് ചെയ്തതിന് ശേഷം ഇൻകം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് നെറ്റ് പ്രോഫിറ്റ്. പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ നെറ്റ് ലോസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ദെൻ ഈ നെറ്റ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ക്വസ്റ്റ്യനിൽ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും കൂടി പ്രിപ്പയർ ചെയ്യാവുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും തരുന്നുണ്ടാവുക. സോ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും കൂടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഇനി നമ്മൾ നെക്സ്റ്റ്
കാണാൻ പോകുന്നത്. From the following details, you are required to ascertain profit or loss made by him during the year ended 31/12/2020 and the statement of his affairs as on that date. So, നമ്മൾ ഈ ഒരു പ്രോബ്ലം പ്രകാരം we are required to find out first of all profit or loss എത്രയാണ്, നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തണം. ദെൻ അതിനുശേഷം ആളുടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും കൂടി നമ്മൾ കണ്ടെത്തേണ്ടതാണ്. സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആദ്യം നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട്. ക്യാഷ് 2 ഡേറ്റിലായിട്ടുള്ളതാണ് തന്നിട്ടുള്ളത്. അതായത് 31/12/2019 പ്രീവിയസ് ഇയർ ക്ലോസിംഗ് ടൈമിൽ എത്രയാണ്, അതായത് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ദിസ് ഇസ് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ദെൻ ദിസ് ഇസ് ക്ലോസിംഗ് ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. Cash in hand, cash at bank, stock in trade, sundry debtors, sundry creditors, plant and machinery, furniture and fixtures. So assets and liabilities ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓപ്പണിംഗ് ടൈമിലെയും ക്ലോസിംഗ് ടൈമിലെയും. ക്യാഷ് ഇൻ ഹാൻഡ് ഓപ്പണിംഗ് ടൈമിൽ 700 ഉണ്ട്, ക്ലോസിംഗ് ടൈമിൽ 850. ക്യാഷ് അറ്റ് ബാങ്ക് 2500 and 3000 at the end. സ്റ്റോക്ക് ഇൻ ട്രേഡ് ഓപ്പണിംഗിൽ 25,000, ക്ലോസിംഗിൽ 30,000. Sundry debtors opening 30,000 and closing 40,000. Sundry creditors opening 15,000, closing 12,000. Plant and machinery opening 80,000 and closing 1 lakh rupees. Furniture and fixtures opening 30,000 and closing 25,000 rupees. During the year, the trader has withdrawn rupees 2,000 per month to meet his family obligation. Depreciate plant and machinery at the rate of 10% on average basis and furniture and fixture at the rate of 5% on average basis. As regard debtors, it is ascertained that rupees 1,000 are irrecoverable and a provision of 2% is to be created on sundry debtors. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു അസർടെയിൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് കണ്ടെത്താനുള്ള കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഓപ്പണിംഗ് അസറ്റ്സ് ആൻഡ് ക്ലോസിംഗ് അസറ്റ്സ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് അസറ്റ്സ്, ക്ലോസിംഗ് അസറ്റ്സ്, ഓപ്പണിംഗ് ലയബിലിറ്റീസ് ആൻഡ് ക്ലോസിംഗ് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. സോ ഓപ്പണിംഗിലെ കാര്യങ്ങളെല്ലാം ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ അസർടെയിൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആൻഡ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റലും നമുക്ക് കണ്ടെത്താവുന്നതാണ്. സോ നമുക്ക് സൊല്യൂഷൻ ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ. സോ ആദ്യം നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ഓപ്പണിംഗ് അസറ്റുകൾ തന്നതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ആദ്യം നമുക്ക് വരുന്നതാണ് ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റിൽ വരുന്നതാണ് ക്യാഷ് ഇൻ ഹാൻഡ് 700 rupees ആണ്. ഓപ്പണിംഗ് ഐറ്റംസ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ എഴുതുക. ക്യാഷ് അറ്റ് ബാങ്ക് 2,500. Stock in trade and that's 25,000. Sundry debtors 30,000. Then sundry creditors തന്നിട്ടുണ്ട്. സോ അത് ലയബിലിറ്റി സൈഡിൽ എഴുതാം. sundry creditors 15,000 ആണ്. Plant and machinery 80,000. Last furniture and fixtures 30,000 rupees. ഇത്രയും കാര്യങ്ങൾ നമുക്ക്
തന്നിട്ടുള്ളൂ. സോ ഓപ്പണിംഗ് അസറ്റ്സ് ആൻഡ് ഓപ്പണിംഗ് ലയബിലിറ്റീസ് എന്നുള്ള രീതിയിൽ നമ്മളിതെല്ലാം കൂടിയിട്ട് അസറ്റ് സൈഡ് നമ്മളെല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് വി വിൽ ഗെറ്റ് 1,68,200 എന്നുള്ള രീതിയിൽ കിട്ടും. 1,68,200 എന്നുള്ള രീതിയിൽ കിട്ടും. സോ അതും ലയബിലിറ്റി ഭാഗത്ത് എഴുതുക 1,68,200. ആൻഡ് ഈ പറഞ്ഞിട്ടുള്ള എമൗണ്ടിൽ നിന്ന് 15,000 ലെസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ്. സോ അതിൻ്റെ ബ്രാക്കറ്റിലായിട്ട് ബാലൻസിങ് ഫിഗർ എന്നുള്ള രീതിയിലും കൂടി എഴുതുക. ബാലൻസിങ് ഫിഗർ 1,53,200 എന്നുള്ള രീതിയിലും കിട്ടുന്നതായിരിക്കും. സോ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇനി നമുക്ക് നെക്സ്റ്റ് അസർട്ടൈൻ ചെയ്യാനുള്ളത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. സോ ക്ലോസിംഗ് ക്യാപിറ്റൽ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31/12/2020 ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സോ ക്ലോസിംഗ് അസറ്റുകളും ക്ലോസിംഗ് ലയബിലിറ്റീസ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ ആദ്യം വരുന്നതാണ് അസറ്റ്സിൽ ക്യാഷ് ഇൻ ഹാൻഡ് 850 rupees ആണ് വരുന്നത്. Then cash at bank 3,000 rupees ആണ് വരുന്നത്. Then അതിനുശേഷം സ്റ്റോക്ക് ഇൻ ട്രേഡ് സ്റ്റോക്ക് ഇൻ ട്രേഡ് 30,000 rupees ആണ്. Then അതിനുശേഷം സൺട്രി ഡെറ്റേഴ്സ് എമൗണ്ട് വരുന്നത് 40,000 rupees ആണ്. സൺട്രി ഡെറ്റേഴ്സിന് ശേഷം സൺട്രി ക്രെഡിറ്റേഴ്സ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഓപ്പണിംഗ് ഐറ്റംസും ക്ലോസിംഗ് ഫിഗറും എമൗണ്ടിന്റെ ഫിഗറും തമ്മിൽ ഒരിക്കലും വ്യത്യാസം വരരുത്, ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. 12,000 rupees. Then next plant and machinery 1 lakh rupees ആണ്. Plant and machinery 1 lakh rupees. Then furniture and fixtures 25,000 rupees. Furniture and fixtures 25,000 rupees. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്ലോസിംഗ് അസറ്റ്സ് ആൻഡ് ക്ലോസിംഗ് ലയബിലിറ്റി എന്നുള്ള രീതിയിൽ തന്നിട്ടുള്ളത്. നമുക്ക് അസറ്റ് സൈഡ് കൂട്ടി നോക്കാം. സോ വി വിൽ ഗെറ്റ് 1,98,850 എന്നുള്ള രീതിയിൽ കിട്ടും. അത് നമ്മളിവിടെയും നമ്മൾ എഴുതുന്നു 1,98,850. സോ നമ്മൾ 1,98,850യിൽ നിന്ന് 12,000 ലെസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലോസിംഗ് ക്യാപിറ്റലിന് എഴുതുക, ബാലൻസിങ് ഫിഗർ എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുക. 1,98,850യിൽ നിന്ന് 12,000 ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് 1,86,850. സോ അത് നമ്മളുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുന്നതായിരിക്കും. 1,86,850. സോ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നെറ്റ് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ എൻഡഡ് 31/12/2020 പ്രിപ്പയർ ചെയ്യാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ എഴുതിയതിന് ശേഷം പ്രൊഫോമ വരയ്ക്കുക. പ്രൊഫോമയിൽ നമ്മുടെ ആദ്യത്തെ ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടി 1,86,850 ആണ്. സോ നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതുന്നു. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് ഡ്രോയിങ്സ് തന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ ഹി ഹാഡ് വിഡ്രോൺ ₹2,000 പെർ മന്ത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ഡ്രോയിങ്സ് എന്നുള്ള രീതിയിൽ ഡ്രോയിങ്സ് നമുക്ക് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. 2,000 പെർ മന്ത് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. സോ ബ്രാക്കറ്റിൽ ഡ്രോയിങ്സിൻ്റെ അവിടെ 2,000 × 12 എന്നുള്ള രീതിയിൽ കൊടുക്കുക. 24,000 rupees ആണ്. സോ ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്യണം. സോ 1,86,850യുടെ ഒപ്പം 24,000 rupees ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 2,10,850 ആണ് നമുക്ക് കിട്ടുക.
2,10,850. ദെൻ അതിനുശേഷം ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 1,53,200 ആണ്. 1,53,200. സോ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ആൻഡ് ദാറ്റ്സ് 57,650 എന്നുള്ള രീതിയിൽ കിട്ടുന്നതായിരിക്കും. 57,650 എന്നുള്ള രീതിയിൽ കിട്ടുന്നതായിരിക്കും. ദെൻ ഇതിൻ്റെ ഒപ്പം എക്സ്പെൻസുകളും നമ്മൾ ലെസ് ചെയ്യുന്നതാണ്. എക്സ്പെൻസുകൾ ലെസ് ചെയ്യും. ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ജസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷൻ 10% ഓൺ ആവറേജ് ബേസിസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചർ അറ്റ് ദ റേറ്റ് ഓഫ് 5% ഓൺ ആവറേജ് ബേസിസ് എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഡെറ്റേഴ്സിൻ്റെ കേസിൽ 1000 rupees ഇറക്കവറബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാഡ് ഡെറ്റ് ആണ് 1000 rupees. ആൻഡ് അതിനുശേഷം പ്രൊവിഷൻ 2% എന്നുള്ള രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എക്സ്പെൻസ് എന്നുള്ള രീതിയിലാണ് വരുന്നുണ്ടാവുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമുക്ക് ഒരു വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി, അതേമാതിരി തന്നെ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചറിൻ്റെ ഡിപ്രീസിയേഷൻ, അതിൻ്റെ ഒപ്പം തന്നെ ബാഡ് ഡെറ്റ്സിൻ്റെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റുകളും നമുക്ക് കണക്കാക്കേണ്ടതാണ്. സോ നമുക്ക് വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യാം. സോ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എൻഡിലായിട്ട് ഒരു വർക്കിംഗ് നോട്ട് എന്നുള്ള രീതിയിൽ കൊടുക്കുക. വർക്കിംഗ് നോട്ടിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി നമുക്ക് അസർട്ടൈൻ ചെയ്യാം. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓൺ ആവറേജ് ബേസിസ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആവറേജ് ബേസിസ്. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓൺ ആവറേജ് ബേസിസ് എത്രയാണ് നമുക്ക് റേറ്റ് തന്നിട്ടുള്ളത്? 10% എന്നുള്ള രീതിയിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ആവറേജ് ബേസിസിലാണ് കണക്കാക്കേണ്ടത്. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആദ്യം കണക്കാക്കേണ്ടതാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഓപ്പണിംഗ് പ്ലസ് പ്ലാന്റ് ആൻഡ് മെഷീനറി ക്ലോസിംഗ്. ഓക്കെ, ക്ലോസിംഗ് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഡിവൈഡഡ് ബൈ 2, അതിൻ്റെ 10% എന്നുള്ള രീതിയിലാണ് ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുള്ളത്. ആവറേജ് ബേസിസ് എന്നുള്ളതല്ല പറഞ്ഞിട്ടുള്ളത്. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓപ്പണിംഗ് എന്ന് പറയുന്നത് 80,000 ആണ്. ആൻഡ് ക്ലോസിംഗ് എന്ന് പറയുന്നത് 1 lakh ആണ്. 80,000 പ്ലസ് 1 lakh. ആവറേജ്, ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ആവറേജ് എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10%. സോ അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടുന്നത്. ഓക്കെ, 1,80,000 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 90,000 ആവും. സോ ദാറ്റ്സ് ആവറേജ്. അതിൻ്റെ 10% ആണ് ഡിപ്രീസിയേഷൻ. ഇങ്ങനെയാണ് ഡിപ്രീസിയേഷൻ ഓൺ ആവറേജ് ബേസിസ് എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കേണ്ടത്. സോ 9,000 rupees ആണ് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിപ്രീസിയേഷൻ ഓൺ furniture. Depreciation on furniture and fixtures. %5 on average basis എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് ഈ ഒരു രീതിയിലും ആവറേജ് കാണാൻ വേണ്ടിയിട്ട് ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് ബിഗിനിങ് ഓപ്പണിങ്ങിലെയും പ്ലസ് ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് ക്ലോസിങ്ങിലെയും നമ്മൾ ആഡ് ചെയ്യുന്നു ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5%. ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് ഓപ്പണിങ്ങിൽ 30,000 ആണ്, ക്ലോസിങ്ങിൽ 25,000 rupees ആണ്. 30,000 പ്ലസ്
25,000 divided by 2 into 5% എന്ന് ചെയ്യുന്ന സമയത്ത് we will get depreciation on furniture and fixtures at the rate of 5% on average basis. 30,000 plus 25,000 is 55,000. 55,000 divided by 2 into 5% എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് we will get 1,375 rupees എന്നുള്ള രീതിയിൽ കിട്ടുന്നതായിരിക്കും. 1,375 rupees എന്നുള്ള രീതിയിൽ കിട്ടുന്നതായിരിക്കും. The next one, bad debt തന്നിട്ടുണ്ട് 1,000 rupees എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് നമ്മൾ എന്താണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് 2% എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. സോ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് എത്രയാണ് എന്നുള്ളത് കണക്കാക്കാൻ വേണ്ടിയിട്ട് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, സൺട്രി ഡെറ്റേഴ്സ് ക്ലോസിങ്ങിലെ സൺട്രി ഡെറ്റേഴ്സ് ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, ക്ലോസിങ്ങിൽ തന്നിട്ടുള്ള സൺട്രി ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് ആണ് എടുക്കുക. ആൻഡ് ദാറ്റ്സ് 40,000 rupees ആണ് ക്ലോസിങ്ങിലെ ഡെറ്റേഴ്സ് വരുന്നത്. 40,000. അതിൽ നമ്മൾ ബാഡ് ഡെറ്റ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള ബാഡ് ഡെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ഗുഡ് ഡെറ്റേഴ്സിൻ്റെ മുകളിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുള്ളൂ. സോ 1000 എന്നുള്ളത് നമുക്ക് എന്താണ് ബാഡ് ഡെറ്റ് എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. സോ 39,000. ഈ 39,000ൻ്റെ 2% ആണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റിൻ്റെ എമൗണ്ട് കണ്ടെത്തേണ്ടത് 39,000ൻ്റെ 2% ആണ്. സോ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറയുമ്പോൾ 39,000 ഇൻറ്റു 2%. സോ അത് നമുക്ക് 780 എന്നുള്ള രീതിയിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഡിപ്രീസിയേഷൻ 9,000 rupees on average basis കണ്ടെത്തി. ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചർ 1,375, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് 780 ആൻഡ് ബാഡ് ഡെറ്റ് 1,000 rupees. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ വരുന്നത്. സോ നമുക്ക് എക്സ്പെൻസുകൾ ഓരോന്നും ലിസ്റ്റ് ഔട്ട് ചെയ്യാം. സോ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡിപ്രീസിയേഷൻ ഓൺ plant and machinery, that is 9,000 rupees. Then depreciation on furniture and fixture 1,375. Then bad debt 1,000 rupees. And last one is provision for bad debt, that's 780 rupees. സോ ഇത്രയും കാര്യങ്ങളാണ് എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഇതെല്ലാം ഇന്നർ കോളത്തിൽ എഴുതിയതിന് ശേഷം ഇത് കൂട്ടി നമുക്ക് വരുന്ന എമൗണ്ടുകളാണ് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. 12,155 rupees ഔട്ടർ കോളത്തിലേക്ക് എടുത്തിട്ട് എഴുതുന്നു. 12,155. സോ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് 12,155 ലെസ് ചെയ്യുന്ന സമയത്ത് 57,650 നിന്ന് 12,155 ലെസ് ചെയ്യുന്ന സമയത്ത് we will get 45,495 rupees എന്നുള്ള രീതിയിൽ കിട്ടും. 45,000 rupees 495, 45,495 rupees എന്നുള്ള രീതിയിൽ കിട്ടും. ആൻഡ് ദാറ്റ്സ് നെറ്റ് പ്രോഫിറ്റ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ആൻഡ് ഇതിന് ശേഷം നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും കൂടി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അസറ്റുകൾ, ദെൻ അതേമാതിരി തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ, നെറ്റ് പ്രോഫിറ്റ്, ഡ്രോയിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാതും കൂടി കൺസിഡർ ചെയ്തതിന് ശേഷം ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പൊസിഷൻ അസർടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പൊസിഷൻ അസർടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും കൂടി നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അസറ്റ് ലയബിലിറ്റി എന്നുള്ള രീതിയിലൊക്കെ എടുത്ത് എഴുതുന്നത് ക്ലോസിംഗ് ഫിഗേഴ്സ് ആയിരിക്കും എഴുതുന്നുണ്ടാവുക. അതിൻ്റെ ഒപ്പം തന്നെ ക്യാപിറ്റൽ നമ്മൾ എഴുതുന്നുണ്ടാവുക ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. ഓപ്പണിംഗ് ക്യാപിറ്റൽ സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റിലൊക്കെ എഴുതുന്ന പോലെ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ഒപ്പം നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതിനുശേഷം ഡ്രോയിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രോയിങ്സ് ലെസ് ചെയ്യുന്നതായിരിക്കും. സാധാരണ നമ്മളൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, സോ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നമുക്ക് ആദ്യം അസറ്റ് സൈഡുകൾ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് പോവാം. സോ ക്യാഷ് ഇൻ ഹാൻഡ്, ക്ലോസിംഗ്
എമൗണ്ടുകളാണ് എഴുതേണ്ടത്. 850 rupees cash at bank, 3000 rupees stock in trade, 30,000 rupees. Then sundry debtors. Sundry debtors-ന്റെ കേസിൽ നമ്മൾ ബാഡ് ഡെറ്റ്, നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ ബാഡ് ഡെറ്റിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി തന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റിന്റെയും കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ക്ലോസിംഗ് സൺട്രി ഡെറ്റേഴ്സിന്റെ എമൗണ്ടിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ലെസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സോ അഡ്ജസ്റ്റ്മെന്റ് നമ്മളിപ്പോൾ പ്രോഫിറ്റ് ഓർ ലോസിലും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, ഫൈനാൻസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ രണ്ട് ദിക്കിൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സോ സൺട്രി ഡെറ്റേഴ്സ്, സൺട്രി ഡെറ്റേഴ്സ് ക്ലോസിംഗ് എമൗണ്ട് തന്നിട്ടുള്ളത് 40,000 ആണ്. സോ ആ ഒരു 40,000 റുപ്പീസിൽ നിന്ന് ബാഡ് ഡെറ്റ് നമ്മൾ ലെസ് ചെയ്യുന്നു. ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് 1000 rupees ആണ്. സോ വിൽ ഗെറ്റ് 39,000 rupees. ഇതിൽ നിന്ന് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് നമ്മൾ ലെസ് ചെയ്യുന്നു, ആൻഡ് ദാറ്റ്സ് 780 rupees. ഇതും കൂടി ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതുന്നു, 38,220. ദെൻ അതിനുശേഷം പ്ലാന്റ് ആൻഡ് മെഷീനറി, അതിലും ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് എഴുതുന്നത്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഇന്നർ കോളത്തിൽ ഫസ്റ്റ് ക്ലോസിംഗ് എമൗണ്ട് 1 lakh rupees ആണ്. അതിൻ്റെ ഡിപ്രീസിയേഷൻ വരുന്നത് 9 lakh rupees ആണ്. ഡിപ്രീസിയേഷൻ ലെസ് ഡിപ്രീസിയേഷൻ 9,000 rupees ആണ്. 1 lakhൽ നിന്ന് 9,000 പോകുന്ന സമയത്ത് 91,000 rupees ഔട്ടർ കോളത്തിൽ എഴുതുന്നു. Then next one is furniture and fixture. Furniture and fixtures closing figure നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതുന്നു. ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ട്, അതും കൂടി ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് ഔട്ടർ കോളത്തിലേക്ക്. സോ ക്ലോസിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് 25,000 ആണ്. ആൻഡ് ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് 1,375 rupees ആണ്. ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 23,625 rupees എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. സോ ഇത്രയാണ് നമുക്ക് അസറ്റ് സൈഡിൽ വരുന്നത്. ദെൻ അതിനുശേഷം ലയബിലിറ്റി സൈഡിൽ നമ്മൾ ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓപ്പണിംഗ് ക്യാപിറ്റൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇന്നർ കോളത്തിൽ നമ്മൾ എഴുതേണ്ടതാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇസ് 1,53,200. 1,53,200 ആണ് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ വരുന്നത്. ഇതിൻ്റെ ഒപ്പം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആഡ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 45,495 rupees ആണ്. 45,495 rupees ആണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. കിട്ടിയത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ we will get 1,98,695. 1,98,695 എന്നുള്ള രീതിയിൽ കിട്ടും. അതിനുശേഷം നമുക്ക് ഡ്രോയിങ്സ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് ലെസ് ഡ്രോയിങ്സ് 2,000 rupees എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. സോ അത് നമ്മൾ ഡ്രോയിങ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ലെസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് ലെസ് ചെയ്യാണ് ചെയ്യാറുള്ളത്. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സോ ഡ്രോയിങ്സ് നമുക്ക് 2,000 into 12 and that is 24,000. സോ ലെസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ആണ് നമുക്ക് ഔട്ടർ കോളത്തിലേക്ക് എടുത്തിട്ട് എഴുതേണ്ടത്. ആൻഡ് ദാറ്റ്സ് 1,74,695. 1,74,695 rupees എന്നുള്ള രീതിയിൽ കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലോസിംഗ് ഐറ്റം തന്നിട്ടുണ്ട്. ക്ലോസിംഗ് എമൗണ്ട് എഴുതുക. സൺട്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്. സോ അത് എഴുതുന്നു. ക്ലോസിംഗ് എമൗണ്ട് 12,000 rupees. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതും. 12,000 rupees. സോ ഇനി നമുക്ക് രണ്ട് സൈഡും കൂട്ടി നോക്കാം. സോ ലയബിലിറ്റി സൈഡ് കൂട്ടുന്ന സമയത്ത് we will get 1,86,695 rupees എന്നുള്ള രീതിയിൽ കിട്ടുന്നതായിരിക്കും. 1,86,695
1,86,695 എന്നുള്ള രീതിയിൽ കിട്ടുന്നതായിരിക്കും. ആൻഡ് അതേമാതിരി തന്നെ അസറ്റ് സൈഡ് കൂട്ടുമ്പോഴും വി വിൽ ഗെറ്റ് 1,86,695 എന്നുള്ള രീതിയിൽ കിട്ടുന്നതായിരിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം ഒരു കമ്പനിയുടെ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം പ്രോഫിറ്റ് ഓർ ലോസും അതേമാതിരി ഫൈനാൻഷ്യൽ പൊസിഷനും അസർട്ടൈൻ ചെയ്യുന്നത്. ദിസ് ഈസ് ദ വൺ ഓഫ് ദ problem, full problem under statement of affairs method. Thank you all.